പീഠത്തിൽ ആയിരിക്കാം. തുടർന്നുള്ള ക്ലാസ്സിനായിട്ട് നമ്മുടെ ദൈവസഭയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാസ്റ്റർ പി ജോർജ് ഫിലിപ്പ് അവറുകളെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും ക്ഷണിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിസ്തുല്യനായ ദൈവത്തിന് സകല സ്തുതിയും മഹത്വവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ഒരു വചന ശുശ്രൂഷ അഥവാ ഒരു വിഷയം വേദസംബന്ധമായത് തയ്യാറാക്കുവാൻ വലിയ വിഷമങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവിധത്തിലും ഉപയോഗിക്കത്തക്കവണ്ണമുള്ള ഫോണുകളൊക്കെ കൈവശം വെച്ചിട്ടുള്ളവരാണ്. ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ഗൂഗിളിൽ ഒന്ന് പരതിയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. എന്നാൽ ഈ ക്ലാസ്സുകൾ അപ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്ലാസ് അല്ല എന്ന് മുഖതാവിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഒരു വ്യക്തിയുടെ കമന്ററി നാം എടുക്കുമ്പോൾ അത് ഒരു പക്ഷേ ശരിയാകാം, ചിലപ്പോൾ അതിനോട് നാം വിയോജിച്ചു എന്നൊക്കെ വരാം. എന്നിരുന്നാലും ഇന്ന് രാവിലെ ഞാൻ ഗൂഗിളിൽ ഒന്ന് പരതി. കാരണം വളരെ ശ്രദ്ധിച്ച് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ചില ദൈവദാസന്മാർക്ക് സമൂലമായ ഒരു ധാരണപ്പെശക് ഉണ്ടായി എന്നതിൽ ഞാൻ ഖേദിക്കുന്നു. കാരണം ഓരോ ക്ലാസ്സുകളിലും വ്യക്തമായി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പുതിയ ഭൂമി, പുതിയ ആകാശം, ഇതിലെ മനുഷ്യർക്ക് സഭയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അനേക പ്രാവശ്യം നാം അത് വിസ്തരിച്ചിട്ടുള്ളതുമാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നിങ്ങൾ ഒറ്റ പ്രാവശ്യം കേൾക്കാതെ വീണ്ടും ഒന്ന് വായിച്ചാൽ ആ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആശയം നിങ്ങൾക്ക് മാറ്റിക്കുറിക്കുന്നതിന് സാധ്യമാകും. എന്നാൽ 21, 22 വെളിപ്പാട് പുസ്തകത്തിലെ അധ്യായങ്ങൾ അത് വേദത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ ഊഹത്തിന് വളരെയധികം സ്ഥാനം അവിടെയുണ്ട്. എന്നാൽ ആ ഊഹം ഒരു ബേസിസ് ഇല്ലാതെയല്ല. ഇപ്പോൾ യാക്കോബിന്റെ കഷ്ടകാലത്തിലേക്ക് ഈ ലോകം പ്രവേശിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് നടക്കുകയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് മിലീനിയം, അത് വളരെ വ്യക്തമായി പ്രവാചകന്മാർ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ആ മിലീനിയം കഴിഞ്ഞിട്ടുള്ള പുതിയ ഭൂമി, പുതിയ ആകാശം എന്നതിൽ മനുഷ്യർ എന്നൊരു തസ്തിക അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതാരാണ് എന്നുള്ളത് ഏകദേശം വിശദമായി ഈ 4-5 ക്ലാസ്സുകളിലായിട്ട് ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് ചിന്തിക്കാഞ്ഞിട്ടോ അഥവാ അതിനെക്കുറിച്ച് ഓർമ്മയില്ലാഞ്ഞിട്ടോ പിന്നീട് മനുഷ്യരും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്ക് വീണ്ടും സംശയങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് ഈ ആമുഖം ഞാൻ ഇപ്രകാരം കൊണ്ടുപോകുന്നത്. മിക്കവാറുമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഗൂഗിൾ ഒരു ആൻസർ തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വേദപണ്ഡിതന്റെ പേരടിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശയം കൃത്യമായി നമുക്ക് അറിയാം. പക്ഷെ വിരൽത്തുമ്പിൽ വെറുതെ ഗൂഗിൾ അടിച്ചാൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു വിവരണം ഗൂഗിൾ നൽകും. അത് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ തന്നെ കമന്ററീസ് എന്ന് പറഞ്ഞാൽ അനേക വേദ പണ്ഡിതന്മാരുടെ കമന്ററീസാണ്. ഇതാർക്കാ വായിക്കാൻ സമയം? അത് മുഴുവൻ വായിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ സമയം പോകും. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ പറയുന്നത് മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടാണ് നിങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്നത് എന്ന്. നമുക്കെല്ലാം ഒറ്റയടിക്ക് കിട്ടണം, കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുവാൻ വളരെ എളുപ്പത്തിൽ കഴിയണം. അതല്ല വേദപഠനം. അപ്പോൾ ഇന്ന് രാവിലെ വെറുതെ ഞാൻ ഗൂഗിളിൽ
ഈ 21, 22 അധ്യായങ്ങളിലെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പരിധി നോക്കി. ആ ഗൂഗിളിൽ പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് നാം ഇവിടെ പഠിക്കുന്ന ആ ക്ലാസ്സിനോട് ഏകദേശം തുല്യമായിട്ട് ഇന്ന് എനിക്ക് കാണുവാൻ സാധിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ ഗൂഗിളും ഇപ്പൊ ഞാൻ പറയുന്നത് പോലെയാണല്ലോ എന്നുള്ള ധാരണയിൽ. അതുകൊണ്ടത് ശരി എന്ന് നിങ്ങൾ വിവക്ഷിക്കേണ്ട. പക്ഷെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമായ വിധത്തിൽ നമ്മളത് അറിയിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുവാൻ ഈ ക്ലാസ് ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ കേട്ടെങ്കിൽ മാത്രമേ വേദം ശരിയായ വിധത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നോർപ്പിച്ചുകൊണ്ട് വേറെ മുഖവരകളൊന്നും കൂടാതെ ഇന്നത്തെ പഠന ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രവചന സത്യം എന്ന വിഷയം നാം എടുക്കുന്ന ഓരോ വാക്യങ്ങളും അല്പം സമഗ്രമായി തന്നെ പഠിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലതാമസം നേരിടുന്നത് എന്നും നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ 6-ാം വാക്യത്തിലെ ദാഹിക്കുന്നവൻ സൗജന്യമായി വന്ന് കുടിക്കട്ടെ എന്നൊക്കെ ദൈവം പറയുമ്പോൾ പുത്രനും അത് തന്നെ പറയുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ആത്മാവിന്റെ ഉദ്ദീപനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ നാം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിപ്രസക്തമായ ചില വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തന്നത്. എന്നാൽ ഇന്ന് നാം പ്രവചന പുസ്തകങ്ങളിലേക്ക് കടക്കുക. നിരവധി വാക്യങ്ങൾ അവിടെയുണ്ട്. എന്നിരുന്നാലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറൊരു വാക്യം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ക്ലാസ് തന്നെ 4-5 ക്ലാസ്സുകൾ കൊണ്ടേ തീരുകയുള്ളൂ. നമുക്ക് അപ്രകാരം പോകാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ, അത് സിന്ധുവിന് ഞാൻ തന്നിട്ടില്ല, ഇങ്ങനെയാണ്: ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ശ്രദ്ധിക്കണേ, വളരെ പ്രാധാന്യമുള്ള വാക്യങ്ങളാണ് ഇതൊക്കെ. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്നതാണ് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിയാൽ, പിതാവാം ദൈവത്തിന് രാജഭരണം അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിലും കൃത്യമായി ദാവീദിന്റെ പ്രാധാന്യതയും പുത്രനാം ക്രിസ്തുവിന്റെ പ്രാധാന്യതയും ഈ പ്രവചന പുസ്തകങ്ങൾ വ്യക്തമാക്കി നമുക്ക് നൽകിയിരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച ദൈവത്തിന്റെ മക്കളെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റുമ്പോൾ, ഈ രാജകീയ പുരോഹിത വർഗത്തിനും വാഴ്ചയുടെ ഒരു ഭാഗം അവർ തന്നെ നടത്തേണ്ടതാകുന്നു എന്ന അർത്ഥം നാം മനസ്സിലാക്കിക്കൊള്ളണം. പിതാവാം ദൈവം പുത്രനിൽ കൂടെയാണ് നിത്യതയുടെ കാലത്തും രാജഭരണം നടത്തുന്നത്. പക്ഷേ പുത്രനാം കർത്താവ് പിതാവാം ദൈവം വരുന്നതിന് മുൻപ് സകലത്തെയും കീഴാക്കി പിതാവിന്റെ കയ്യിൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം സകല നിയന്ത്രണങ്ങളും പിതാവാം ദൈവമാണ് ചെയ്യുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. ആ നിത്യതയുടെ കാലത്തിലും കർത്താവായ യേശു ക്രിസ്തുവിന് സമൂലമായ സ്ഥാനം ആ രാജഭരണത്തിൽ അവനിൽ നിക്ഷിപ്തമായിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു സ്വയം ഭരിക്കുകയാണോ? അല്ല. ഭൂമിയിലെ മനുഷ്യരുടെ വിപുലത നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ 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 വിപുലമായതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഓരോ ഭക്തനും, ഒരുപക്ഷെ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വ്യക്തി, സഹോദരിയാകട്ടെ സഹോദരനാകട്ടെ, ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ വേദത്തെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ലാതെ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ആ ബലഹീനനായ ഒരു സഹോദരനോ സഹോദരിക്കോ ഒന്നുണ്ട്,
അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നത് അവരുടെ ജീവിതത്തിലെ ഭാഗമാകുമ്പോൾ ഒരു രൂപാന്തര ശരീരം ദൈവം പുതിയ നിയമസഭയ്ക്കും പഴയ നിയമസഭയ്ക്കും രക്തസാക്ഷികൾക്കും, ഇനി നാം വായിക്കുവാൻ പോവുകയാണ്, അവർക്കെല്ലാം കൂടെ കൊടുക്കുമ്പോൾ രാജഭരണത്തിന് യോഗ്യമായ ഒരു പരിജ്ഞാനം, ഒന്നും അറിയുവാൻ പാടില്ലാത്ത ഏക കാര്യമേ അറിയുള്ളൂ, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ആ ഒരു ലളിതമായിട്ടുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്ന, യാതൊരു പഠിപ്പുമില്ലാത്ത ഒരു സഹോദരനോ സഹോദരിയോ ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ഏകദേശ പരിജ്ഞാനം, ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് ഞാൻ പറയുന്നില്ല, ദൈവത്തിന്റെ ഏകദേശ പരിജ്ഞാനം പ്രാപിച്ചവരായിട്ടായിരിക്കും പുതിയ നിയമസഭയിൽ അഥവാ പുതിയ ഭൂമിയിൽ പുതിയ ആകാശത്തിൽ അവർ വാഴുക എന്ന് മനസ്സിലാക്കണം. വളരെ കൃത്യമായിട്ട് ആ ഭാഗത്തിലേക്ക് നാം പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷമുണ്ടായി. ഈ സംശയം എനിക്ക് സംശയം വന്നതല്ല, വളരെ കൃത്യമായി കേട്ടുകൊണ്ടിരിക്കും. ഇത് സഭയാണോ, ഇത് മനുഷ്യരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വ്യക്തമായി പഠിച്ചിരിക്കുന്ന ആളുകൾ തങ്ങൾ പഠിച്ച ബൈബിൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ സംശയം അവർ വീണ്ടും വീണ്ടും ചോദിച്ചത്. അത് സമഗ്രമായി മാറ്റുവാൻ ഇനിയുള്ള ചില ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്രകാരം ഒരു ധാരണ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അടുത്ത പ്രവചന പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ ഉച്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ നിരവധി പ്രാവശ്യം കേട്ടിട്ടുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് വിശകലനം ചെയ്യുമ്പോഴാണ് ആ വാക്യത്തിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള സമയം നമ്മുടെ മുമ്പിലില്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി ഞാൻ സമയം ധാരാളമായി കളയുന്നില്ല. വായിക്കാം. 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം. അൺമ്യൂട്ട് ചെയ്തേ സ്വന്തം. അൺമ്യൂട്ട് ചെയ്യാതെ. ഓക്കെ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. 7-ാം വാക്യം ഇവിടെ. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകിയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. മിക്കവാറുമുള്ള കാര്യങ്ങൾ ഈ 2 വാക്യത്തിൽ യെശയ്യാവിന് പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ടുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അപ്പോൾ ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് വ്യക്തമായി നമുക്കറിയാം. അവിടെ ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു നിത്യപിതാവാകണമെങ്കിൽ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ഒരു നിത്യതയുടെ സമയത്ത് അവന് വാഴുവാൻ തക്കവണ്ണമുള്ള യോഗ്യത ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ ആ വാക്യം അപ്രകാരം അവിടെ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം നിവൃത്തിയില്ല. 7-ാം വാക്യത്തിൽ അവന്റെ ആധിപത്യത്തിനും വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. എന്താണ് അവന്റെ ആധിപത്യത്തിന്റെ വർധന? ഇന്ന് 100 പേരെ ലീഡ് ചെയ്യുന്ന ഒരു സഭയുടെ ശുശ്രൂഷകനാണ് എങ്കിൽ ആത്മാർത്ഥമായ തൻ്റെ പ്രവർത്തനത്തിൽ 100 200 200 2000 ഡൽഹിയിലേക്കുള്ള ഒരു സഭയിൽ 40,000 50,000 ഹിന്ദുക്കളാണ് കടന്നു വന്ന ദൈവത്തിന്റെ വചനം ഓരോ ആഴ്ചയിലും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ വിവിധ ഭാഗത്ത് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച ദൈവമക്കളെ കൊണ്ട് നമ്മുടെ ചിന്തയ്ക്കതീതമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവന്റെ ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും
നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ഇത് കൃത്യമായി സംഭവിക്കുന്നത് 1000 ആണ്ടിന് ശേഷമുള്ള നിത്യതയുടെ സമയമാണ്. കാരണം നിത്യപിതാവ്, വീരനാം ദൈവം എന്ന ഈ പദങ്ങൾ അവൻ അനുയോജ്യമാണ് എങ്കിൽ, അവൻ നിത്യപിതാവാകണമെങ്കിൽ ഭരണവും നിത്യതയുള്ളതായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ 51-ാം അധ്യായം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വായിച്ചു പോവുകയാണ് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാൻ. 51-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നുകളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. അപ്പോൾ വ്യക്തമായി നാം മനസ്സിലാക്കണം, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഒരു ഹർമഗദോൻ യുദ്ധം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഗോഗ മാഗോഗ യുദ്ധം എന്ന് നാം അതിന് പേർ കൊടുത്തിട്ടേ ഉള്ളൂ. ഗോഗ എന്ന് പറയുന്നത് ഒരു വ്യക്തിയും മാഗോഗ എന്ന് പറയുന്നത് തൻ്റെ അധീനതയിലുള്ള സ്ഥലവുമാണ് എന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ കൃത്യമായി നാം വായിക്കുമ്പോൾ, ഈ ഗോഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത് എതിർ ക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ പതനമാണ് യെഹെസ്കേലിന്റെ പുസ്തകം 38-ഉം 39-ഉം അധ്യായങ്ങൾ വിവരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ, ഒരു ഹർമഗദോൻ യുദ്ധത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരണമാണ് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം. ഒരു തെളിവും കൂടെ ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഇത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ ഉദ്ദേശം പല ദൈവദാസന്മാരും അത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം പെട്ടെന്ന് എടുത്തോ, 17-ാം വാക്യം ഒന്ന് വായിച്ച സിന്ധു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും, കഴുകന്മാർ എസ്പെഷ്യലി ഈ പക്ഷികളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഗോഗ മാഗോഗ യുദ്ധത്തിൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അവിടെ ഒരു കഴുകനുമില്ല, ശവം തിന്നുവാൻ തക്കവണ്ണം ശവവും ബാക്കിയില്ല. പ്രകാശവർഷങ്ങൾ 1350 കോടി പ്രകാശവർഷങ്ങൾക്കകലെ നിന്നുകൊണ്ട് സർവേശ്വരനായ ദൈവം സ്വർഗത്തിലെ ഗന്ധകവും തീപ്പൊയ്കയും ക്ഷിപ്രമാത്രയിൽ ഭൂമിയിലേക്ക് പതിപ്പിച്ചുകൊണ്ട് സകലത്തെയും ഉന്മൂലനാശമാക്കുന്ന ഒരു യുദ്ധമാണ് ഗോഗ മാഗോഗ യുദ്ധം. എന്നാൽ ഇവിടെ ഹർമഗദോൻ യുദ്ധത്തിൽ എന്തുണ്ട്? പക്ഷികൾക്ക് സമൃദ്ധിയായി ആഹരിക്കുവാൻ തക്കവണ്ണം ശവ പറമ്പുകൾ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ, യെഹെസ്കേലിന്റെ പുസ്തകം 39-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ പെട്ടെന്ന് എടുത്ത് വായിച്ചോ സന്തോ. മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത്, നിങ്ങൾ കൂടി വരുവിൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുക്കുവാൻ പോകുന്ന എന്റെ യാഗത്തിന് 4 പുറത്തു നിന്നും വന്നുകൂടുവിൻ. അപ്പോൾ 20-ാം അധ്യായം 19-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എക്സാക്ട്ലി സെയിം ആഹ്വാനമാണ് 39-ാം അധ്യായത്തിൽ ഗോഗ മാഗോഗ യുദ്ധം എന്ന ഒരു പേർ അതിന് കൊടുക്കുന്നത് ശരിയല്ല. കാരണം ഗോഗ് അവിടെയുണ്ട്, അത് എതിർ ക്രിസ്തുവാണ്.
മാഗോഗ് അവന്റെ സ്വാധീനത്തിലുള്ള രാഷ്ട്രങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവിടെയും പറയുന്നു, 39 അധ്യായത്തിൽ യെഹെസ്കേൽ പറയുകയാണ്, ഇവിടെയും പക്ഷികൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇഷ്ടം പോലെ ആഹരിപ്പാൻ ശവശരീരങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിലെ 7 വാക്യത്തിൽ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന അവിടെ സംഖ്യയിൽ കടൽപ്പുറത്തെ മണ പോലെയുള്ള ഗോഗ് മാഗോഗ്, ഗോഗ് ഒരു വ്യക്തിയായിട്ട് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഗോഗിന്റെ കീഴിലുള്ള അഥവാ ഗന്ധക തീപ്പൊയ്കയിൽ കിടക്കുന്ന ഗോഗിന്റെ സ്വാധീനത്തിലുള്ള ആളുകളെയാണ് അത് വിവക്ഷിക്കുന്നത്. മാഗോഗ് എന്നത് ഒരു ദേശമാണ് എന്ന് 38 അധ്യായത്തിലും അതിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ വായിക്കുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുവാനല്ല ഇന്നത്തെ ബൈബിൾ ക്ലാസിന്റെ ഉദ്ദേശം. അഥവാ 1000 ആണ്ടിന് മുൻപുള്ള ഒരു ഹർമഗദോൻ യുദ്ധമാണ് യെഹെസ്കേലിന്റെ പുസ്തകം 38, 39 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് എക്സാക്ട്ലി തെളിവ് സഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിന് വിപരീതമായി ഈ ടെലിഫോണിൽ, ഈ മൊബൈൽ ഫോണിൽ അനേക ക്ലാസുകൾ പല പ്രഗത്ഭന്മാരും എടുത്തതിന്റെ വെളിച്ചത്തിലാണ് ഇതിനു വേണ്ടി 2-3 ക്ലാസുകൾ എടുത്ത് ഞാൻ പഠിപ്പിച്ചത്. ഇന്നും നമ്മുടെ ശുശ്രൂഷകന്മാരോട് ചോദിച്ചാൽ ആ എന്ന് പറയുമ്പോൾ ഉള്ളിൽ വിഷമമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. 80 വയസ്സായി എനിക്ക് ഇതൊക്കെ ഓർക്കാമെങ്കിൽ 50-60 വയസ്സുള്ള നിങ്ങൾക്ക് ഇത് ഓർക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ശോചനീയം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ജ്ഞാനം അതിലേക്ക് പതിയണം. അപ്പോൾ യെഹെസ്കേലിന്റെ പുസ്തകത്തിലെ ഗോഗ് മാഗോഗ് എന്നുള്ള ആ സ്ഥലത്തിന്റെയും പേരിന്റെയും പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നാം വീണ്ടും വായിക്കുമ്പോൾ അന്നൊരു ശവവുമില്ല, അന്ന് ലോകത്തിന്റെ യാതൊരു യുദ്ധമുറയുമില്ല. സ്വർഗസ്ഥനായ ദൈവം സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതുപോലെ ഈ ഭൂമിയിലെ മുഴുവൻ ദുഷ്ടന്മാരെയും പിൻ പോയിന്റ് ചെയ്ത് നശിപ്പിക്കുവാൻ. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൽ ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. 1500 കിലോമീറ്റർ അകലെ നിന്നാണ് അവർ ഇപ്രകാരമുള്ള ഈ യുദ്ധ മിസൈലുകൾ വിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്ര പിൻ പോയിന്റ് ചെയ്ത് കേവലം മനുഷ്യന് അപ്രകാരമുള്ള ഒരു യുദ്ധോപകരണം ശരിയാക്കി അവർ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാൻ അവർ ഉദ്ദേശിച്ച സമയത്ത് അവർക്ക് സാധിച്ചു എങ്കിൽ, അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം വളരെ അധികമുണ്ട്. ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം 1500 മൈലോളമാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം കൃത്യമായിട്ട് ആ ഒരു മനുഷ്യനെ ഉന്നം വെച്ച് ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട് എങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, സർവശക്തനായ ദൈവം, ഈ വാനാഗോളങ്ങളെ സൃഷ്ടിച്ചവൻ, അവൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് ഈ ഭൂമിയെ ഭസ്മമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം നമ്മുടെ ആശ്രയം വെച്ചിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിലെ ഓരോ യാഥാർത്ഥ്യങ്ങളും കൃത്യമായി നടക്കുന്നവയാണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയാൽ, ഒരു ഗോഗിനെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിന് നിമിഷങ്ങൾ പോലും വേണ്ട എന്ന് മനസ്സിലാക്കിയാൽ, ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത് 1000 സംവത്സരത്തിന് ശേഷമാകുമ്പോൾ നാനാഭാഗത്തും ഭൂമിയിലുള്ള ദൈവത്തെ അനുസരിക്കാത്ത ദുഷ്ടജനത്തെ കൃത്യസമയത്ത് സ്വർഗത്തിലെ മിസൈലിൽ നിന്ന് ഒരുമിച്ച് നശിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ട എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ട് അവിടെ വിടുകയാണ്. അപ്പോൾ ഇവിടെ നാം വായിച്ചു എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണത്തെ കുറിച്ചാണ് നാം അവിടെ വായിച്ചത്. ആ ഭാഗം ഞാൻ അവിടെ വിടുകയാണ്. അപ്പോൾ ഒരു നിത്യതയുടെ കാലം കൃത്യമായി നമുക്കുണ്ട് എന്നും അവിടെ വാഴ്ച കർത്താവായ യേശു ക്രിസ്തുവിന് നിക്ഷിപ്തമാക്കി ദൈവം കൊടുക്കുന്നു എന്നും എല്ലാറ്റിനും മേലായി അതിന്റെ സൂപ്പർ പവറായി
പിതാവാം ദൈവം അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. 51 അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ചു. 6 വാക്യം കൂടെ ഒന്ന് വായിച്ചു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല. കൃത്യമായി നാം ആ വചനം മനസ്സിലാക്കണം. വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും. പ്രവചന രീതിയിൽ കൃത്യമായി ചില വാക്കുകൾക്ക് വ്യത്യാസം വരുന്നു എങ്കിലും ആധികാരികമായ അർത്ഥം എന്താണെന്നറിയാമോ? ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും ആകാശത്തിലെ ഗന്ധക തീപ്പൊയ്ക ഒരു മിസൈലായി വന്ന് സകലരെയും നശിപ്പിക്കുമ്പോൾ, ഉന്നം വെച്ച് നശിപ്പിക്കുമ്പോൾ, ഈ ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ ദൈവത്തെ അറിയുന്ന ഒരുവൻ ഉണ്ട് എങ്കിൽ അവനിൽ തിന്മയില്ലാത്തത് കൊണ്ട് അവനെ വിട്ട് തിന്മ സൂക്ഷിക്കുന്നവനെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനാശമാക്കും തെളിവെന്താണ്? ഭൂമിയെ നോക്കുവീൻ, ആകാശം പുക പോലെ പോയി പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും എന്ന് പറഞ്ഞാൽ 1000 ആണ്ടിന്റെ അവസാന ഭാഗത്ത് പുതിയ ഭൂമിയെയും പുതിയ ആകാശത്തെയും ദൈവം ഇവിടെ സ്ഥാപിക്കുമ്പോൾ ആ കൃത്യമായ വിവരണം ഒരു പ്രവചന ഭാഷയിൽ യെശയ്യാവ് അവിടെ എഴുതിയിരിക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കിയാൽ അവിടെയും പറയുകയാണ്, എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ഭരണത്തിന്, അവന്റെ നീതിക്ക് ഇനി ഒരു അന്തമുണ്ടാകുകയില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശോഭാപൂർണമായ ശരീരം തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞ പഴയ നിയമത്തിലെ പ്രതിപുരുഷനായ മോശയാണ് പറയുന്നത്, അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ് എന്ന്. എന്താ കാര്യം? പിതാവാം ദൈവത്തെ അവൻ ഭരണമേൽപ്പിക്കുന്നു എങ്കിലും കൃത്യമായി വചനം നമ്മെ മനസ്സിലാക്കുന്നു, പിതാവാം ദൈവത്തിന്റെ കീഴിൽ പിതാവിന്റെ ഇംഗിതം അറിഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിയോഗം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു നിത്യതയുടെ കാലത്തിലേക്കാണ് നാം പ്രവേശിക്കുവാൻ പോകുന്നത് എന്ന ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. 59 അധ്യായത്തിന്റെ 21 വാക്യം. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ അരുളിച്ചെയ്യുന്നതിന്റെ ഉദ്ദേശമുണ്ട്. പ്രത്യേകിച്ചും യഹൂദനോട് കൊടുക്കുന്ന ഒരു പ്രത്യേക നിയമരേഖയാകുമ്പോൾ, നീ എൻ്റെ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്നെ ഞാൻ മാറ്റിക്കളകയില്ല. നിന്റെ സന്തതി ഈ ദൈവത്തിന്റെ കൽപ്പനകളെ വിശ്വസിക്കുന്നുവെങ്കിൽ അവനെ ഞാൻ മാറ്റിക്കളകയില്ല. നിന്റെ സന്തതിയുടെ സന്തതി അപ്രകാരം ചെയ്യുന്നു എങ്കിൽ വ്യക്തമായി നിനക്കാണ് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒരു വാഴ്ചയുള്ളത് എന്ന് അബ്രഹാമിലൂടെ സമ്പാദിച്ച ദൈവത്തിന്റെ സ്വന്തം ജാതിയോട് പറയുന്ന പ്രവചനങ്ങളാണ് യെശയ്യാവ്, യെഹെസ്കേൽ, യിരെമ്യാവ് എന്നീ പ്രവചന പുസ്തകങ്ങളിൽ നാം വായിക്കുന്നത് എന്ന് കൃത്യമായി ഓർക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യഹൂദനൊരു പ്രത്യേകത കൊടുത്തത് കൊണ്ടല്ല വേദപുസ്തകം യഹൂദന്റെ പുസ്തകമാണ് എന്ന് ഞാൻ പറയുന്നത്. നമുക്കൊക്കെ ഒരു വിഷമം തോന്നി, എന്താ യഹൂദന്റെ പുസ്തകം, ഞങ്ങളുടെ പുസ്തകമല്ലേ, ഞങ്ങളല്ലേ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തെ മതിക്കുന്നു എങ്കിൽ കൃത്യമായി പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന സ്ഥാനം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ യാതൊരു അസൂയയും യാതൊരു പ്രയാസവും നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുകയില്ല. ദൈവത്തിന്റെ സ്വന്തം ജാതിക്ക് ദൈവം കൊടുക്കുന്ന വാഴ്ചയേക്കാൾ
ദൈവത്തിന്റെ സ്വന്തം ജനമായി ഇസ്രായേൽ ഈ ഭൂമിയിൽ ദൈവം കൊടുക്കുന്ന സ്ഥാനത്തേക്കാൾ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമുക്ക് ഇത് കൃപായുഗമാകയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കുന്നു എങ്കിൽ നിന്റെ സ്വീകരിക്കുന്ന ഹൃദയം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, വ്യക്തമായി ശക്തമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ഭാഗ്യ പദവിയാകുന്ന രാജകീയ വൃത്തമായി തീരുവാൻ ദൈവം ഇവിടെ പദ്ധതി ഒരുക്കിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കിയാൽ എൻ്റെ ദൈവത്തോട് എനിക്ക് യാതൊരു അസൂയയുമില്ല. നീ നിന്റെ ഹൃദയത്തിൽ വളരെ കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ, അതാണ് എൻ്റെ ദൈവം പറയുന്നത്. എന്താ, ഒന്നുകൂടെ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. സിന്ധു ഒരു വാക്യം കൂടെ എടുത്തു, രക്ഷയുടെ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. റോമർക്ക് ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ, ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വായിച്ചേ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോ ഒന്നുകൂടെ വായിച്ചേ വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കണ്ട, അതൊക്കെ നമുക്ക് നിശ്ചയമുള്ള ഭാഗങ്ങളാ. ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റർ പ്രസംഗിച്ചു, പുതുതായിട്ടൊരാൾ വന്നു, അയാളുടെ തലയിലോട്ട് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. അയാൾ പറയാ, നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുക, അങ്ങനെയാണ് എങ്കിൽ നിനക്ക് ദൈവത്തിന്റെ മകനാകാം. അങ്ങനെ പറയുന്നോണ്ട് നമുക്ക് ദൈവമക്കളാകാൻ പറ്റുമോ? പാസ്റ്റർ പറഞ്ഞ എങ്ങനെയാ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുക? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനമായ ആളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 3 ആണികളിന്മേൽ ക്രൂശിന്മേൽ ഗോൽഗോഥായിൽ അവൻ ക്രൂശിത മരണം അനുഭവിച്ചു. അതിവേദനയായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ആ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീ യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിപ്രധാനമായ ഒരു പദം അതിലുണ്ട്. ഒന്നുകൂടെ വായിച്ചേ, ആ 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. 9-ാമത്തെ വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും. മതി, അവിടെ നിർത്തിയാട്ട്. യേശുവിനെ കർത്താവെന്ന വായ്കൊണ്ട് ഏറ്റുപറയുക. എന്താ ഈ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ? കൺഫഷൻ. ഞാൻ നിങ്ങളെ ബാലപാഠങ്ങളിലേക്ക് കൊണ്ടുപോകുക. സഭ എന്തുവാ, മനുഷ്യൻ എന്തുവാ എന്നോട് ചോദിച്ചോണ്ടുള്ള വിഷമത്തിലാണ് ഞാൻ ഇതൊക്കെ വീണ്ടും എടുക്കുന്നത്. എന്താ ബാലപാഠത്തിലേക്ക്? ഒന്നുകൂടെ വായിച്ചേ സിന്ധു, അത് ആ വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും. മതി മതി. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാക്ക് കൊടുത്തുണ്ട്, കൺഫഷൻ. നമ്മൾ കത്തോലിക്കരെയൊക്കെ കളിയാക്കും, അവിടെ പ്രത്യേകമായിട്ടുള്ള സംവിധാനത്തിൽ കുത്തിയിരുന്നിട്ട് കൺഫഷൻ ചെയ്യുന്നതൊക്കെ ഇത് പുതിയ നിയമത്തിലെ നിയമമാണോ, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ബന്ധക്കോസുകാർ ചോദിക്കും. പക്ഷെ ഇവിടെ വാക്യം പറയുന്നുണ്ട്, കൺഫഷൻ എന്നൊരു പരിപാടിയുണ്ട്. എല്ലാ തെറ്റുകളും ചെയ്ത് ജഡപ്രകാരം അധപ്പതിച്ച് ഏത് രീതിയിലെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് പാസ്റ്റർ കൈവെക്കുന്നതിനെ കുറിച്ച് നിലവിളിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നീ പറഞ്ഞ ഇപ്പം രക്ഷ പ്രാപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യു cannot get salvation that way. നിന്റെ ഹൃദയത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, നീ ചെയ്ത പാപങ്ങൾ ഇനിമേലിൽ ചെയ്യുകയില്ല എന്നും പാപത്തിൻ്റെതായ വഴിയിൽ നിന്ന് ഞാൻ വിട്ടുമാറും എന്നും നിന്റെ ഉള്ളിൽ നീ കൃത്യമായി ഏറ്റു പറയുന്നതാണ് കൺഫഷൻ. അത് ക്ലിയർ ആണ് എങ്കിൽ നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. അനേക ആളുകൾ ഈ ഒറ്റ വാക്കിലാണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ആ ഒറ്റ വാക്കിലാണ് വെള്ളത്തിൽ പോയി മുങ്ങുന്നത്. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയവരാണ് സഭയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത്. വ്യക്തമായി ഞാൻ പറയട്ടെ, നിന്റെ പാപത്തിന് ഒരു ശമനം നീയാണ് ഉണ്ടാക്കേണ്ടത്, അതെന്റെ ദൈവമല്ല. ആ ശമനം, ആ അപ്രകാരം ഒരു ശമനം ഉണ്ടാക്കിയ നീ സ്വയമായി ചിന്തിച്ച് ദൈവമേ ഇന്നു മുതൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് നീ കൃത്യമായി പറഞ്ഞാൽ, വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നാൾ തോറും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. എടാ, ഒരു ദിവസം ക്രൂശ് എടുത്താൽ പോരായോ? അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? നാൾതോറും ക്രൂശ് എടുക്കണം. അപ്പൊ എന്തുവാ ഈ നാൾതോറും ക്രൂശ് എടുക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ക്രൂശ് എടുത്തത് എന്തിനാ?
മാനവജാതിയുടെ പാപങ്ങളെല്ലാം കൂടെ വഹിച്ചത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് എടുത്തത്. അവൻ പാപം ചെയ്തത് കൊണ്ടല്ല. നാൾതോറും നീ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ കുറിച്ചാണ് പറയുന്നത്. എന്താ കാര്യം? വാസ്തവത്തിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? രാത്രിയില് കട്ടിലിന്റെ അടികൾ പ്രാർത്ഥിച്ചെങ്കിലായി, കർത്താവേ മാത്തനിതാ മലക്കുന്നു, എന്നെ നോക്കിക്കൊള്ളണമേ എന്നൊരു പ്രാർത്ഥനയല്ലേ മിക്ക പേരും അവരവരുടെ ദിവസങ്ങൾ കളയുന്നത്. നിന്റെ ഹൃദയത്തിൽ നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പകൽ സമയം 12 മണിക്കൂർ സമയം നിന്റെ നോട്ടം എങ്ങോട്ടായിരുന്നു? നിന്റെ ഹൃദയത്തിലെ ചിന്ത എങ്ങോട്ടായിരുന്നു? നിന്റെ വായ് കൊണ്ട് സാധാരണ ജാതികൾ പോലും പറയാത്ത വാക്കുകൾ നീ ആവിഷ്കരിക്കുമ്പോൾ, നിന്റെ കൂട്ടു സഹോദരനെ ചെള്ളിക്ക് നീ അടിച്ച ശേഷം നീ പറയുകയാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് നീ പറയുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ കൃത്യമായിട്ടുള്ള അപ്രകാരമുള്ള സകല കാര്യങ്ങളും അങ്ങോട്ട് ചെയ്തോട്ട് മാത്തനിതാ മലക്കുന്ന ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ നീ ശാപം നിന്റെ തലമേൽ കുന്നിച്ചു വെക്കുക. എല്ലാ ദിവസത്തെ ക്രൂശും അവിടെ പോയി ഒന്ന് ക്രൂശിക്കാനാ പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ചോദിക്കട്ടെ, യാതൊരു തെറ്റും നിങ്ങളിപ്പോൾ ഇപ്പൊ സമയം 8:45 ഇന്നത്തെ ഈ ദിവസം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആരെയും ഞാൻ നോവിച്ചിട്ടില്ല എന്ന് ആത്മാർത്ഥമായി ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇതൊരു സൂം ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ആംഗ്യങ്ങളൊക്കെ കാണിക്കാം. എന്നാൽ നിങ്ങളെ ഞാൻ തമ്മിൽ ഇരുന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ സമയത്തെ ചിന്തകളെ കുറിച്ചും എനിക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. ഏതെങ്കിലും ഒരു പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഉള്ളിരിക്കുന്നത്. എങ്ങനെയാ ബൈബിൾ ക്ലാസ് കേൾക്കുന്നത്? ഈ ബൈബിൾ ക്ലാസ് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യമാണ് ഉള്ളിലുള്ള ആ പരിപാടി ഒന്ന് ആവിഷ്കരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ ദാനങ്ങൾ നമുക്ക് ലഭ്യമാകാതെ പോകുന്നത്? കൃത്യമായി ഓരോ ദിവസവും നിന്റെ കിടക്കരികെ ചെയ്ത്, ദൈവമേ ഇന്ന് ഞാൻ എന്തെങ്കിലും നിനക്ക് അവിഹിതമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ, നോട്ടം കൊണ്ടോ ദൈവത്തിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നീ ചെയ്തതാ. നിനക്ക് ക്ഷമ ചോദിക്കാനുള്ള അവകാശം ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നാൾ തോറും നിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം എന്ന് പറയുന്നതിന്റെ സാരമത. ഞാൻ അവിടെ വിടുകയാണ്. അപ്പോൾ 59-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും എന്താണ് ഇന്ന് മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് പറഞ്ഞാൽ, നമ്മളെയും നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും അവരുടെ മക്കളെയും 3 മണിക്കൂർ പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെ 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 പോകുമ്പോൾ കൃത്യമായി ഒരു നിത്യതയുടെ കാലയളവാണ് അവിടെ പറയുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. അവർ എനിക്ക് ജനമായും. ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇത് വെറുതെ വായിപ്പിക്കുന്നതല്ല. ഈ സിന്ധുവിനെ കൊണ്ട് വായിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലോട്ട് മൂർച്ച പോലെ കയറുന്നത് കൊണ്ടാണ് ഈ സിന്ധുവിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. അപ്പോൾ അത് മൂർച്ച പോലെ കയറിയിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ വാക്യം മനസ്സിലാകുള്ളൂ. വായിച്ചേ. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. അവിടെ ഏറ്റവും ചുരുക്കമായി പറയുന്നത്, അതിപ്രധാനമായ ഒരു പദം, ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ശാശ്വതം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ഒരു നിയമമല്ല, ഒരു താൽക്കാലിക സമയത്തേക്കുള്ള നിയമമല്ല, എന്നേക്കുമുള്ള ഒരു നിയമത്തെ എന്റെ ദൈവത്തിന് ഈ ഭൂമിയിൽ നടപ്പാക്കണമെങ്കിൽ ആ ഭൂമിക്കൊരു നാശം വരരുത്, ആ ആകാശത്തിനൊരു നാശം വരരുത്. പാപപങ്കിലമായ ആകാശത്തെ അവൻ ചുരുളുകൾ പോലെ മാറ്റുമ്പോൾ, പാപപങ്കിലമായ ഈ ഭൂമിയെ സമൂലമായി അവൻ മാറ്റുമ്പോൾ, എന്റെ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ആ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും കൃത്യമായി ഒരു ശാശ്വത നിയമം എന്റെ ദൈവം ആരോട് ചെയ്യും? യഹൂദനോട് ചെയ്യും. യഹൂദനോട് കൂടെ ആരെല്ലാം അവന്റെ കൽപ്പന അനുസരിക്കുന്നുവോ അവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കിയാൽ, അടുത്ത വാക്യത്തിലേക്ക് യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ.
എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. ആ അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും. അവർ എന്റെ വിധികളിൽ നടന്ന് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എന്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. അപ്പോൾ ഞാൻ പുതിയ അവരോട് നിയമത്തിൽ വ്യക്തമായി പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ദാവീദിനുള്ള സ്ഥാനം യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ കൃത്യമായി പ്രവാചകൻ വിവരിച്ചിരിക്കുമ്പോൾ നിത്യതയുടെ സമയത്തും ഇതേ ബന്ധം ആകാശം, പുതിയ ആകാശത്തിന്റെ കീഴിലുള്ള പുതിയ ഭൂമിയിൽ നടപ്പാക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഉപോത്ബലകമായ ഒരുപാട് വാക്യങ്ങളുണ്ട്, അതല്ല നമ്മുടെ ക്ലാസിന്റെ പ്രാധാന്യത. ഇനി എടുത്താട്ട് വളരെ വ്യക്തമായി ദാവീദിനുള്ള പ്രത്യേകത. ഇനി നിങ്ങൾ വിചാരിക്കും ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ പ്രാപിച്ചില്ലേ, എങ്ങനെ ഇതൊക്കെ കൊടുക്കും? അതിനൊക്കെ വീണ്ടും ഒരു ബൈബിൾ ക്ലാസ് നമുക്ക് അതിനുവേണ്ടി എടുക്കാം. അവന്റെ അനുതാപവും അവൻ ചെയ്ത തെറ്റിന്റെ കൃത്യമായിട്ടുള്ള ശിക്ഷയും മനഃപൂർവ്വം ഏറ്റുവാങ്ങി അവന്റെ അനുതാപം വളരെ വ്യക്തമാണ് എന്ന് പരമോന്നതനായ ദൈവത്തിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ദാവീദിനെ ഒരു പ്രവാചകൻ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും അവന്റെ മരണവും അവന്റെ അടക്കവും ഏകദേശം 32 സ്ഥാനങ്ങളിൽ കൃത്യമായി പ്രവചിച്ചിരിക്കുന്ന ഒരു ദാവീദിന്റെ കാര്യമാണ് ഇവിടെ വേദപുസ്തകം പറയുന്നത്. അവന്റെ ശിക്ഷ അവൻ പൂർണ്ണമായി ഏറ്റുവാങ്ങിയപ്പോൾ അവൻ എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, ഞാൻ പാപം ചെയ്തു പോയി. ലോകത്തിലെ മുഴുവൻ ആളുകളും ആ സങ്കീർത്തനം വായിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞു പോലും, വായിക്കുവാൻ പ്രാപ്തിയുള്ള കുഞ്ഞു പോലും 51-ാം സങ്കീർത്തനം വായിക്കുന്നുണ്ട്. എന്താണ് കാരണമെന്നറിയാമോ? എന്റെ തെറ്റ്, എന്റെ അനുതാപം, എന്റെ കണ്ണുനീർ കൃത്യമായി ഈ ലോകം മനസ്സിലാക്കട്ടെ. ലോകം മനസ്സിലാക്കുന്നതിന് മുൻപേ അവന്റെ അനുതാപം ശരിയായ അനുതാപമായതുകൊണ്ട് അവനോട് ക്ഷമിച്ച് അവനെ നിത്യതയുടെ ലോകത്തിൽ ഒരു രാജകീയ ഭരണമേൽപ്പിക്കുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് എങ്കിൽ അതിപ്രധാനമായ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിയാം. 2-ാം അധ്യായത്തിന്റെ 44-45 വാക്യങ്ങൾ. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. ഇത് വിശദീകരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പ്രവചനം സവിസ്തരമായിട്ട് കഴുത്തുമുട്ട് സഭയിൽ എടുത്തതാ. ആരെങ്കിലും ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അറ്റൻഡ് ചെയ്തവരെന്ന് കൈവക്കുകയാണെന്ന് കാണട്ടെ. ദാനിയേൽ പ്രവചനം തങ്കച്ചൻ പാസ്റ്റർ ഉണ്ട്, സിന്ധു ഉണ്ട്, സോമശേഖർ ഉണ്ട്. ചോദിക്കുന്ന ഈ 3 പേരോട് ചോദിച്ചാൽ മതിയോ? എന്തിയ പിന്നെ ഗിരിജൻ പാസ്റ്ററുടെ കൈ കണ്ടില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ സാരം വളരെ വ്യക്തമായി ഒരു പഠിതാവ് വേദം തുറക്കുന്നതിന് മുൻപേ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഏതാണ്ടൊക്കെ ഒന്ന് ഗ്രഹിച്ചിരിക്കണം. ഇല്ല എങ്കിൽ എത്തും പിടിയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ദാനിയേൽ തനിക്ക് പ്രിയനായതുകൊണ്ട് ആ പ്രത്യേകമായിട്ടുള്ള കാര്യം ദാനിയേലിനെ അറിയിച്ചു. എന്തുവാ ദാനിയേൽ പ്രവചനത്തിന്റെ പ്രത്യേകത? യഹൂദന് എന്ത് അന്ത്യകാലത്ത് സംഭവിക്കുന്നു എന്നതാണ് ദാനിയേൽ പ്രവചനം. അപ്പോൾ അതിനേക്കാളും വ്യക്തമായ ഒരു പുസ്തകമുണ്ട്, വെളിപ്പാട് പുസ്തകം. നമ്മെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഈ ലോകത്തിന് അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത് ഈ യഹൂദന് അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാ. അപ്പോൾ പെട്ടെന്ന് അടുക്കിലേക്ക് വരുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. കാരണം ഈ ലോകത്തിന് എന്ത് ഭവിക്കും എന്ന് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 7 വർഷക്കാലം യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പ്രത്യേകമായി ദൈവം വിവക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അത് കഴിഞ്ഞാണ് ദാനിയേൽ പ്രവചനം
കൃത്യമായിട്ട് സംഭവിക്കുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം. യഹൂദന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു വാക്യം കൂടെ 7-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ശ്രദ്ധിക്കണേ, വെളിപ്പാട് പുസ്തകം മുന്നമേ ലോകത്തിന്റെ അന്ത്യം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കുമ്പോൾ ദാനിയേൽ പ്രവചനം യഹൂദന് യാക്കോബിന്റെ കഷ്ടകാലം കൂടെ ചേർത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ദാനിയേൽ പഴയ നിയമ ഭക്തന്മാരെയും പൂർവന്മാരെയും എന്ന് പറഞ്ഞാൽ ആദമ്യ സഭയിലെ ഭക്തന്മാരെയും പുതിയ നിയമസഭയിലെ ഭക്തന്മാരെയും രക്തസാക്ഷിത്വ സമയത്ത് അഥവാ 7 സംവത്സരങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു രക്ഷിച്ച സകല ജനങ്ങളെയും 144,000 പേരെയും അവസാനമുള്ള 2 സാക്ഷികൾക്കും എന്താണ് ഭവിക്കുന്നത് എന്ന് തന്നിൽ പ്രിയം വെച്ച ദാനിയേലിനോട് കൃത്യമായി പറയുന്ന 2 ഭാഗങ്ങളാണ് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വായിച്ചേ സന്തു, ശ്രദ്ധിച്ചു. ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ദാനിയേൽ എന്ന ഞാനോ എന്റെ ഉള്ളിൽ എന്റെ മനസ്സ് വ്യസനിച്ചു. എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്ന് അവനോട് ഈ എല്ലാത്തിന്റെയും സാരം ചോദിച്ചു. അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ദാനിയേലിന് എന്താണ് തന്റെ ജനത്തിന് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുമ്പോൾ 18-ാം വാക്യത്തിലാണ് പരമോന്നതനായ ദൈവം ലോകാരംഭം മുതൽ ആദമ്യകാലം മുതൽ ആരൊക്കെ ദൈവത്തിന്റെ ഭക്തന്മാരായി ജീവിച്ചു മരിച്ചുവോ, ഏതെല്ലാം രീതിയിൽ ഇവിടെ ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവകാലം ദൈവത്തിന് പ്രീതിയായി കാത്തുവോ, 18-ാം വാക്യത്തിലാണ് പറയുന്നത്. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ, അവിടെ യഹൂദൻ എന്നില്ല, പൂർവ ഭക്തന്മാർ എന്നില്ല, ആദമ്യ സഭയിലെ ഭക്തന്മാർ എന്നില്ല, പുതിയ നിയമത്തിലെ ഭക്തന്മാർ എന്നില്ല, യാക്കോബിന്റെ കഷ്ടകാലത്തെ രക്തസാക്ഷികൾ എന്നില്ല, ഒരു മൂലവും ഭവിക്കാതെ ഉൽപ്രാപണം പ്രാപിച്ച 144,000 പേർ എന്നില്ല. അവസാനമായി 2 സാക്ഷികൾ 3 ദിവസം അവരുടെ ശവം ആ വിശുദ്ധ നഗരത്തിന്റെ വീതിയിൽ കിടക്കുന്നു പറഞ്ഞ ആ ഒറ്റ യാഗത്തോടു കൂടെ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനോട് കൂടെ കൃത്യമായി കൃപായുഗം നിൽക്കുമ്പോൾ വ്യക്തമായി ശക്തമായി പറയുന്നുണ്ട്, എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ. അവിടെ ആദമ്യ സഭയില്ല, പഴയ നിയമസഭയില്ല, പുതിയ നിയമസഭയില്ല, യാക്കോബിന്റെ കഷ്ടകാലത്ത് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യങ്ങളില്ല, രക്തസാക്ഷികളാകുന്ന എണ്ണിക്കൂടാത്ത പുരുഷാരത്തിന്റെ കാര്യമില്ല. അവസാനത്തെ 2 സാക്ഷികൾ മരിച്ചു, 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ്. ദ ലാസ്റ്റ് സീൽ എന്ന് പറഞ്ഞാൽ അതോടുകൂടെ കൃപായുഗം അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയാൽ വ്യക്തമായി അവിടെയാണ് ദാനിയേലോട് പറയുന്നത്, ദാനിയേലേ, എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. ആർമി ഓഫീസറെ സിപ്പായി നിങ്ങളൊന്ന് വിളിച്ചു നോക്കിക്കുക, അപ്പൊ നിങ്ങൾ വിവരം അറിയും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കമ്മീഷൻ കിട്ടിയ ആ ഒരു ആർമി ഓഫീസറിനെ വിളിക്കാനൊക്കെ ഉള്ളൂ. ജവാൻ വന്നു കഴിഞ്ഞാൽ അറ്റൻഷൻ നിന്ന് സല്യൂട്ട് അടിക്കണം. അല്ലാതെ അവനെ ഏതെങ്കിലും ഒരു സിപ്പോയി എന്നോ നമ്പറോ എല്ലാം വിളിച്ചാൽ വിവരം അറിയും എന്ന് പറഞ്ഞതുപോലെ
അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് രാജത്വം അനുഭവിക്കും. ഇനി അതിപ്രധാനമായ ഒരു വാക്യം കൂടെ ഉണ്ട്, 27-ാം വാക്യം വായിച്ചു. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലാവിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഒന്നുകൂടെ വായിച്ച സിന്ധു ആ വാക്യം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം വായിച്ചോ. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അപ്പോൾ അവസാന ഭാഗത്ത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് ഒരു നിത്യതയുടെ സംഭവം ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായി ദാനിയേലിനോട് പറയുകയാണ്, പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അപ്പൊ നാം ആരാ? അന്ന് ഭൂമിയിൽ രാജാക്കന്മാരുണ്ട്, കൃത്യമായിട്ട് നാം അതിലേക്കാണ് പോകുന്നത്. വളരെ വ്യക്തമായി അവിടെ രാജാക്കന്മാർ ഉണ്ട് അവരുടെ ഭരണ സംവിധാനങ്ങളുണ്ട്. വളരെ വ്യക്തമായി ഇന്നത്തെ ഓരോരോ പൊളിറ്റിക്കൽ പാർട്ടീസും അവിടെയുണ്ട്. എല്ലാ വിധത്തിലും സാറേ അവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ, അവിടെ കോൺഗ്രസ് ഉണ്ടോ, എല്ലാ പാർട്ടികളും ഉണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ നിന്ന് എന്ത് പോയി? തിന്മ പോയി. കാരണം പുതിയ സഭയിൽ, പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ ഒറ്റ ഒരുത്തന്റെയും ഹൃദയത്തിൽ എന്തില്ല? തിന്മയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഏത് പ്രസിഡൻഷ്യൽ റൂളാണോ, ഏത് രാജകീയ റൂളാണോ, ഏത് പഞ്ചായത്ത് റൂളാണോ, ഇതെല്ലാം ഈ ഭൂമിയുടെ നാനാ ഭാഗത്തും നടക്കുമ്പോൾ അവിടെ രാജാക്കന്മാരുണ്ട്, പ്രമുഖന്മാരുണ്ട്, ലോകം വിലമതിക്കുന്ന മാന്യന്മാരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ യാതൊന്നും അറിയാത്ത കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരബലയായ സഹോദരി സഭയിൽ നിന്ന് അപ്രകാരം ഉൽപ്രാപണം പ്രാപിച്ച് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാൽ അവളെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ ഇവരുടെ മേൽ വാഴും. ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമായി എന്താ പറയുന്നത്? അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാകുന്നു. സകലാധിപത്യങ്ങളും അവനെ സേവിച്ച് അനുഗ്രഹിക്കും. ഇതിൽ കൂടുതലൊക്കെ സ്പഷ്ടമായിട്ട് എങ്ങനെയാ ഒരു വാക്യം പറയാ? ഇതിൽ കൂടുതലൊക്കെ സ്പഷ്ടമായിട്ട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? അതുകൊണ്ടാണ് കൃത്യമായി ഞാൻ പറഞ്ഞത്. ഇനി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ കൂടെ വായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ സമൂലമായ തെറ്റുകളുള്ള 2 വാക്യങ്ങൾ. ചാത്തുമേനോന് തെറ്റിയോ എന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം സമഗ്രമായി എടുത്തപ്പോൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി തന്നതാ. KJVയിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ പറയുന്നുണ്ട് 24 മൂപ്പന്മാർ വേറൊരു കക്ഷിയായിട്ടും രക്ഷിക്കപ്പെടുന്ന എല്ലാവരും അഥവാ ഉൽപ്രാവണം പ്രാപിച്ച് സ്വർഗത്തിൽ വരുന്നവരെല്ലാവരും വേറൊരു കക്ഷിയായിട്ടും അങ്ങനെ വായിക്കുമ്പോൾ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇതൊരു പക്ഷേ കഴുത്തുമുട്ടിലെ ക്ലാസ് കേട്ട എല്ലാവരുടെയും ബൈബിളിൽ ഒരു പക്ഷേ നോട്ട് ചെയ്ത് കാണും. ആ വാക്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 9-ാം വാക്യം ഞാൻ വായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. വ്യത്യാസമൊന്നുമില്ല. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ അവിടെ ആരും വന്നു? 24 മൂപ്പന്മാരും വന്നു. ശ്രദ്ധിക്കണേ, 24 മൂപ്പന്മാരെന്ന് പറയുമ്പോൾ പ്രസ്ബിറ്ററോസ് എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ അല്ല. അവർ മനുഷ്യന്റെ ആ തസ്തികയിൽ ദൈവം ഒരു പ്രാധാന്യം കൊടുത്താക്കി വെച്ചിരിക്കുന്ന ആളുകൾ എന്നേ ഉള്ളൂ. ഞങ്ങളെ, അടുത്ത വാക്യം 10-ാം വാക്യം,
ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. യൂസേജ് തന്നെ തെറ്റാ. എന്തോ അവിടെ വേണ്ടത്? രാജാക്കന്മാരും പുരോഹിതന്മാരും. നിങ്ങൾ ഈ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവരെങ്ങനെയായി നോക്കി പഠിക്കുന്നെന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ വിഷമമാണ്. നമ്മൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഞാൻ പറയുന്നൊന്നെ കേട്ടങ്ങ് അനുസരിച്ചാൽ മതി. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വിശ്വാസി ഉണ്ടെന്നുണ്ടെങ്കിൽ KJV ബൈബിൾ എടുത്ത് നോക്കിക്കോ, പഠിച്ചോ, കൃത്യമായിട്ട് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞ് കളയരുത്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്നുള്ള യൂസേജ് പോലും തെറ്റാ. രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. 10-ാം വാക്യം വീണ്ടും വായിക്കാം. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. അടുത്തെന്നറിയാം, അവർ, ആ വാക്കേ അവിടെ ഇല്ല. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയൊരു പാട്ട് ഞങ്ങൾ പാടുന്നു. ഞാൻ ചുമ്മാതെ വാക്കുകൾ കയറ്റി പറഞ്ഞതൊന്നുമല്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ വീട്ടിൽ പോയി ആ വേദോസം ഒന്ന് എടുത്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. വളരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ, ഏത് രീതിയിലും തന്റെ ജീവകാലത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യഥാർത്ഥമായി തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ കൺഫഷൻ അത് ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന അബലനോ ബലമുള്ളവനോ അറിവുള്ളവനോ അറിവില്ലാത്തവനോ ആയിക്കൊള്ളട്ടെ, ആ ഓരോറ്റ ക്രിയയിൽ കൺഫഷൻ, നിന്റെ അനുതാപം അവിടെ ഉണ്ടാകണം. അനുതാപമില്ലാതെ സ്നാനപ്പെട്ടാലാണ് ഇന്ന് സഭയിൽ കാണുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം. എല്ലാവരുടെയും മുമ്പ് വെച്ച് സ്നാനപ്പെട്ടു, കുളിച്ചു, മുങ്ങി കയറി എല്ലാ പാപവും കളഞ്ഞു എന്ന് പറഞ്ഞാൽ വ്യക്തമായി ശക്തമായി നിന്റെ ഹൃദയത്തെ അറിയുന്ന, നിന്റെ രൂപഭേദങ്ങളെ അറിയുന്ന ഒരു പരമോന്നതന്റെ മുമ്പിലാണ് നീ രക്ഷിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കൃത്യമായി ആ 24 മൂപ്പന്മാരും പറയുകയാണ്, ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്ന പുതിയൊരു പാട്ട് അവർ പാടുന്നു. അപ്പോൾ എന്നേക്കുമുള്ള ഒരു വാഴ്ചയുടെ കൃത്യമായിട്ടുള്ള ഭാഗമാണ് 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അതും വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അന്നത്തെ വെളിപ്പാട് പുസ്തകത്തിലെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ വളരെ വ്യക്തമായി പെട്ടെന്ന് വായിച്ചു പോകാം. റെവലേഷൻ 7-ാം അധ്യായം 4-9 വാക്യങ്ങൾ വായിച്ചേ. 4-9. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. സ്തോത്രം. ഇതിനൊക്കെ എന്തോ ഒരു കോൺട്രവേഴ്സി ആണെന്നറിയാമോ? ആ 144,000 പേര് യഹൂദന്മാരല്ല, വലിയ പാസ്റ്റർമാരാണ്, സെൻട്രൽ പാസ്റ്റർമാരാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന എത്രയോ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു. കൃത്യമായിട്ട് വേദോസം പറയുക, ഈ 12 ഗോത്രങ്ങളിൽ എടുക്കപ്പെട്ടവരാണ് അത്രയും പേര് എന്ന് പറയുമ്പോൾ 9-ാം വാക്യം കൂടെ വായിച്ചാൽ. ഇതിന്റെ ശേഷം ഒന്നുകൂടെ വായിച്ച ഇതിന്റെ ശേഷം വായിച്ചേ. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ വ്യക്തമായി 7-ാം അധ്യായത്തിൽ അതിന്റെ മുകൾ ഭാഗത്ത് 144,000 പേരെ ഒരു ഊനവുമില്ലാതെ സ്വർഗത്തിലേക്ക് ഉൽപ്രാപണം കൊടുക്കുമ്പോൾ അതിന് കീഴെ ആരാണ് വെള്ള നിലയങ്കി ധരിച്ചതെന്നറിയാമോ? 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ വെള്ള നിലയങ്കി ധരിച്ചത് ആരാണെന്ന് മനസ്സിലാകും. വായിച്ച സന്ധ്യാവും കൂടെ. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇതാണ് കൃപായുഗം. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കുന്നു എങ്കിൽ മധ്യാകാശത്തിൽ പരമോന്നതനായ ദൈവം തന്റെ ഏകജാതനെ അയച്ച് നിന്നെ ചൊല്ലി വിളിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച സകലരെയും അവൻ വനമേഘത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ 7 സംവത്സരക്കാലം നടക്കുന്ന പീഡനകാലത്ത് ഒരു വിഭാഗം ജനങ്ങളെ 144,000 പേർ യഹൂദന്മാർ 12 ഗോത്രങ്ങളിൽ നിന്ന്. എന്തിനാ അസൂയപ്പെടുന്നത്? അതിനു മുമ്പേ നിനക്ക് ഉൽപ്രാവണം തന്ന കർത്താവിനോട് അസൂയപ്പെടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? വളരെ കൃത്യമായിട്ട് ആ അർത്ഥപകുതിയിൽ എന്ന് പറഞ്ഞാൽ 7 സംവത്സരത്തിന്റെ പകുതി, അതാണ് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം. ആ പകുതിയിൽ
ഒരു ഊനവും തട്ടാതെ സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളപ്പെട്ടപ്പോൾ ദൈവമേ, ഓരോരോ സഭയിലെ പ്രവീണന്മാരായ ആളുകൾ അത് ഇപ്രകാരമാണ് തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ വളരെ കൃത്യമായി വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ അങ്ങ് വിശ്വസിച്ചാൽ മതി. കൃത്യമായി അത് അവർക്ക് ഒരു ഉൾപ്രാപണം കൊടുത്ത് രക്ഷിക്കുമ്പോൾ എണ്ണിക്കൂടാത്ത പുരുഷാരം ഇതിനു ശേഷം സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ആർക്കാ കൊടുക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടുന്ന കൃപായുഗത്തിൽ സ്വീകരിക്കാതെ സഭയുടെ ഉൾപ്രാപനം കണ്ടുകൊണ്ട് അപ്പുറത്തെ മത്തായി എടുക്കപ്പെട്ടു, ഇപ്പുറത്തെ തോമസ് എടുക്കപ്പെട്ടു, അപ്പുറത്തെ ഏലിയാമ്മ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മത്തായിയുടെയും തോമസിന്റെയും ഏലിയാമ്മയുടെയും അടുത്ത ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും എല്ലാം മനസ്സിലായി. നേരത്തെ ഈ ഏലിയാമ്മ പറഞ്ഞതാ, കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ എടുത്തുള്ളൂ എന്ന് ആരും വിശ്വസിച്ചില്ല. വ്യക്തമായി ശക്തമായി അങ്ങനെ വിശ്വസിച്ചിട്ട് ദൈവമേ പറ്റിപ്പോയി എന്ന് പറയുന്നവർക്കുള്ള സമയമാണ് ഈ മഹോപദ്രവകാലം. പക്ഷെ അന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ, ഊനമില്ലാതെ മുകളിലോട്ട് എടുക്കപ്പെടണമെങ്കിൽ നീ ഒരു യഹൂദനായിരിക്കണം. നീ യഹൂദനല്ല. അപ്പോൾ യഹൂദനല്ലാത്ത ഒരൊറ്റ കുഞ്ഞുങ്ങളും ഊനമില്ലാതെ മുന്നോട്ടെടുക്കപ്പെടുകയില്ല. നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ പിശാചിന്റെ കരാള ഹസ്തങ്ങൾ ഈ ഭൂമിയുടെ നാനാഭാഗത്തും വിലസുന്നത് കൊണ്ട് മോശെ എന്ന ദിവ്യ ശിശുവിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചതുപോലെ ഫറവോന്റെ ഉഗ്രസൈന്യം ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട അപ്പോൾ തന്നെ അവരുടെ കഴുത്ത് വെട്ടി ഈ നൈൽ നദിയിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ ആകാംക്ഷയോടെ ഏറ്റവും കൂടുതൽ മുതലകൾ സ്ഥിതി ചെയ്യുന്ന നൈൽ നദിയിൽ നിന്ന് അവർ ഈ കുഞ്ഞുങ്ങളുടെ ശരീരം വാരിയെടുത്ത് അവരുടെ ഉള്ളിലാക്കിക്കൊണ്ട് നീന്തി കുളിച്ചു മറിയുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, വ്യക്തമായി ശക്തമായി ഞാൻ പറയട്ടെ, ഈ കൃപായുഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നിനക്കൊരു ഉൾപ്രാപണം കഴിഞ്ഞ ശേഷം അടുത്ത 7 വർഷത്തിൽ നീ യഹൂദൻ ജാതിയാലുള്ള യഹൂദൻ അല്ലാത്തത് കൊണ്ട് ഒരു മരണമല്ലാതെ നിനക്ക് വേറൊരു മാർഗമില്ല. ഞാൻ അപ്പോഴേ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വ്യക്തമായി ശക്തമായി ഓരോരോ വിശ്വാസികളും അഥവാ വിശ്വാസികൾ എന്ന് പേര് പറയുന്നവരും കൃപായുഗത്തിൽ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഓരോരുത്തരും എഴുതേണ്ടുന്ന സങ്കീർത്തനമുണ്ട്, ഒരു 51-ാം സങ്കീർത്തനം. അതിനു മുൻപേ നിന്നെ ഗളച്ഛേദം ചെയ്യുന്ന ഒരു ശത്രുവിനെ കുറിച്ചിട്ടാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇവരാണ് സകല ജാതികളിലും. അപ്പോൾ ആരാണ്? യഹൂദനല്ല, ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള സകല ജാതികളിൽ നിന്നും എണ്ണിക്കൂടാത്ത പുരുഷാരം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം രക്തസാക്ഷികളായവർ. ഇന്നെന്ത് സുഖമാ! ഞാൻ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഗുഡ്. 3-ാം തീയതി ഒരു സ്നാനമുണ്ട്, നീ വന്ന് വെള്ളത്തിൽ മുങ്ങണം. ഓക്കെ. വേറെ എന്തൊക്കെ കരുതണം? ഒരു വെള്ള ഷർട്ടും ഒരു വെള്ള പാൻറ്റും അതിനുള്ള കാര്യങ്ങളും. ഇതെല്ലാം കഴിഞ്ഞ് വന്ന് മുങ്ങി കയറി കഴിയുന്നോടെ അവന്റെ വിചാരം എന്താണെന്ന് അറിയാമോ? അവൻ വിശുദ്ധനാണ്, അതിവിശുദ്ധനാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഓരോ ദിവസത്തെ ക്രൂശെടുക്കാനും ഇന്ന് കൃപായുഗത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ബോധന കൊടുക്കുമ്പോൾ വ്യക്തമായി ശക്തമായി എങ്ങനെയെങ്കിലും ആ സ്വർഗത്തിലൊന്ന് കയറി പറ്റുവാൻ നമ്മുടെ ഈ ലോകത്തിലെ കുൽസിത സ്വഭാവങ്ങൾ കളഞ്ഞിട്ട് ഒരു മെച്ചമായ സ്വഭാവത്തോടു കൂടെ നീ അടുക്കുന്നു എങ്കിൽ അവരെ കുറിച്ചാണ് പറയുന്നത്. 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 3-4 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം. ഞാൻ പെട്ടെന്ന് സോറി പറഞ്ഞല്ലോ, 7, 4, 9. റെവലേഷൻ 11, 12. സോറി, റെവലേഷൻ 11, 12. സിന്ധു, റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 11. റെവലേഷൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ സിന്ധുവിന്? ഇവിടെ കയറി വരുവിനെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സംഭവിക്കുന്ന 13-ാം വാക്യം ഒന്ന് വായിച്ചോ, വെറുതെ വായിച്ചു കേൾക്കാൻ. കാരണം നമുക്കിത് വായിച്ചു കേൾക്കേണ്ട കാര്യമില്ല, അതിനു മുമ്പേ നമ്മൾ എടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നാലും ഒന്ന് വായിച്ചു കേട്ടോ. വായിച്ചോ സിന്ധു? ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇതോടെ കൃപായുഗം തീർന്നു. അവിടെ ആ കൃപായുഗം തീരുന്നത്, അല്ലാതെ ഇപ്പോഴല്ല കൃപായുഗം തീരുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഉദ്ദേശിക്കും,
അതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോക്കുക തന്നെ വേണം. വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് 3 ദിവസത്തെ ക്ലാസ് എടുത്തിട്ടുള്ള ആ കഴുത്തുമുട്ടില്ല. ആരാണ് തടുക്കുന്നവനെന്ന് എല്ലാരും പറഞ്ഞു പരിശുദ്ധാത്മാവാണ് തടുക്കുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങ് മാറിപ്പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എതിർ ക്രിസ്തു വെളിപ്പെട്ട് വരും. ഏത് പരിശുദ്ധാത്മാവിന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാനൊരു പരിഹാസദ്യോതികമായി പറയുന്നതല്ല. ഇന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ നിനക്ക് പ്രേരണ തരുന്നത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ, സഭയുടെ ഉൽപ്രാപണം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ? 7 സംവത്സരമുണ്ട് അടുത്തത്. നീ യഹൂദനല്ല, നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ അന്ന് തൊട്ടടുത്ത സമയം ഖഡ്ഗവുമായി നിൽക്കുന്ന പിശാചിന്റെ സന്തതികളാണ് ഇവിടെ ഉള്ളത് എന്ന് നീ മനസ്സിലാക്കിയാൽ, ഇന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതിരിക്കോ യാതൊന്നും നിനക്ക് ഭവിക്കുന്നില്ല. അന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ നിനക്കറിയാം, നെക്സ്റ്റ് മോമെന്റ് നിനക്ക് ഭവിക്കുന്നത് എന്താ? നിന്റെ തല വെട്ടിക്കളയുക. വാൾ കൊണ്ട് വെട്ടി. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എങ്ങനെയാ കൊല്ലുന്നതിന് പല മെത്തേഡുകളുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുമോ? ഇപ്പൊ തന്നെ സ്വീകരിക്കാൻ പാടാ. ഒരു സഭയിൽ ഒരു ആത്മാവിനെ കിട്ടണമെങ്കിൽ എന്തെല്ലാം പാട് പെട്ടിട്ടാ കിട്ടുന്ന അറിയാമോ? എല്ലായിടത്തും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അത് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃപായുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ്, ഞാൻ റൗണ്ട്സ് ക്ലാസിന്റെ രീതി പറയാം, ഈ ക്ലാസ്സിലെ ഒരു 2 ഔൺസ് കൃപയാണ് നിന്നെ രക്ഷയിലേക്ക് നയിക്കാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിന് ആവശ്യമായി വന്നത് എങ്കിൽ അത് നീ നിസ്സാരമായി കളഞ്ഞാൽ, ഈ മഹോപദ്രവ കാലത്തിലാണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ നിശ്ചയമായും ഒരു മരണമാണ് നിന്റെ മുൻപാകെ ഉള്ളത് എന്ന് നീ മനസ്സിലാക്കുന്നു എങ്കിൽ, എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ഉള്ളിൽ വ്യാപരിക്കണം. ഇത് സുഖമല്ലേ? പാസ്റ്റർ അനൗൺസ് ചെയ്തു, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന നിനക്ക് കിടക്കുന്നു രക്ഷ. ഓക്കെ, അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്നാനം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് ഒരു കൃപായുഗമാകയാൽ കൃപയുടെ വാതിൽ അടഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഒരു ഖഡ്ഗത്തിന്റെ വാതിൽ നിന്റെ മുൻപാകെ ഇല്ല. എന്നാൽ സഭ എടുത്തു കൊള്ളപ്പെട്ട ശേഷം നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ, ഖഡ്ഗം നിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ, കൊലക്കയർ നിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ, ശത്രുവിന്റെ കരാള ഹസ്തങ്ങൾ നിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ, ദൈവമേ നിന്നെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ക്ഷണം നിന്റെ കഴുത്ത് വെട്ടി സ്വർഗത്തിലേക്ക് ഒരെണ്ണം എടുക്കത്തില്ല. ആ ബലിപീഠത്തിന് ചുറ്റും കിടന്ന് നീ കരയുമ്പോഴാണ് നിനക്ക് വെള്ളം നിലയെങ്കി തരുന്നത്. എവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്? പരിശുദ്ധാത്മാവ് സ്വർഗത്തോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ആത്മാവിലാണ് നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ടാണ് സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, സഭ എന്ന പവിത്രമായ ദൈവത്തിന്റെ മണവാട്ടിയാം സഭ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ലോകത്തിലെ ഒരു ശക്തിക്കും സഭയെ തൊടുവാൻ സമ്മതിക്കാതെ വ്യക്തമായി എന്റെ ദൈവം സൂക്ഷിക്കുന്നത് കൊണ്ട് ആ സഭയെ ഈ ഭൂമിയിൽ നിന്ന് വനാമേഘത്തിലേക്ക് എന്റെ ദൈവം ഒന്ന് മാറ്റുമ്പോൾ കൃപായുഗത്തിന്റെ വാതിൽ അടഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, കൃപായുഗത്തിന് വേറൊരു അംശം കൂടെ ഉണ്ട്. കാരണം 1000 ആണ്ട് വാഴ്ചയിലും രക്ഷയുടെ ഒരു പഴുത് നൽകുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ കൃത്യം 9:20 അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെ അത് മനസ്സിലാക്കുമ്പോൾ ആ കൃപായുഗത്തിൽ നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവരാകുന്നത് കൊണ്ട് നാം ആരായിത്തീരുന്നു? ദൈവത്തിന്റെ സഭയായിത്തീരുന്നു. നാം ആരല്ല, മനുഷ്യരല്ല. തെളിവിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിക്കുഴഞ്ഞു വന്നതുകൊണ്ട് സമയം അങ്ങ് പോയി. അപ്പോൾ ആരാണ് മനുഷ്യർ എന്നുള്ളത് ശ്രദ്ധയോടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. പരമോന്നതനായ ദൈവം യഥാർത്ഥ അനുതാപത്തോടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച എന്നെയും നിന്നെയും വനാമേഘത്തിൽ പോർ ചൊല്ലി വിളിക്കുമ്പോൾ അവനെ സ്വീകരിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകുന്നു എങ്കിൽ നാമാണ് രാജകീയ പുരോഹിത വർഗം, നാമാണ് ദൈവത്തിന്റെ വിശുദ്ധ സഭ. മനുഷ്യരുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ മുൻപാകെ
ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ നാളുകൾ കഴിക്കുവാൻ തക്കവണ്ണം പരമോന്നതനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ഇന്ന് രാത്രിയിലും സാറിലൂടെ കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേക ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമുക്ക് ഒന്നുകൂടി ഒന്ന് ദൈവത്തെങ്കിലേക്കൊന്ന് മടങ്ങി വരാൻ, എനിക്ക് അങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് ഫീൽ ചെയ്യുന്നത്. ഒന്നുകൂടെ